Hello friends, Python പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രിക്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ഒരു ലൈബ്രറി ആവശ്യമുണ്ട്, numpy എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ numpy നമുക്ക് ഉപയോഗിച്ച് മെട്രിക്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് numpy. അപ്പോൾ ഇമ്പോർട്ട് പറയുക. ഇവിടുന്ന് numpy എന്ന് പറഞ്ഞ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക as np. അപ്പോൾ np എന്നൊരു ഷോർട്ട് ഫോം നമുക്ക് ഇനി ഉപയോഗിച്ചാൽ മതി. as np എന്ന് പറഞ്ഞാൽ numpy എന്ന് നമുക്ക് പറയേണ്ട, ഷോർട്ട് ഫോം ആയിട്ട് np എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് മെട്രിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 4, ഇതൊരു 2 ഡയമെൻഷനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 2, 6, 3, 9. ഇതാണ് എ. ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ 2, 2, 2, 3, 3, 9. നമുക്കിങ്ങനെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സ്വല്പം അകത്ത് ഇവിടെ കൊടുക്കാം, കാരണം എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ സ്പേസ് ഇവിടെ കൊടുക്കുകയാണ്. നമുക്ക് രണ്ട് മെട്രിക്സ് നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, ഈ മെട്രിക്സ് നമുക്ക് അഡീഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. സോ നമുക്ക് അഡീഷൻ നമുക്ക് ചെയ്യാം. മെട്രിക്സ് അഡീഷൻ ചെയ്യുമ്പം ഒരു കാര്യമുണ്ട്, നമുക്കിവിടെ ആദ്യം നമ്മൾക്ക് ഇവിടെ ഈ 4ഉം 2ഉം തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 4ഉം ഈ 2ഉം തമ്മിൽ ആഡ് ചെയ്യും. അതിനുശേഷം ഈ 6ഉം 2ഉം തമ്മിൽ 6ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യും. അപ്പം 4ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ റഫായിട്ട് കാണിക്കാം റിസൾട്ട്. 4ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. നമുക്ക് റിസൾട്ട് ഓൾറെഡി ഒന്ന് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ 6ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 3ഉം തമ്മിൽ 3ഉം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പം നമുക്കിവിടെ 6 എന്ന് കിട്ടും. അടുത്തത് 9ഉം തമ്മിൽ ആഡ് ചെയ്യാണ്, നമുക്ക് 18 എന്ന് കിട്ടും. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇവിടെ റിസൾട്ട് എടുക്കാം. റിസൾട്ട് ഈക്വൽസ് np ആണ് നമ്മൾ numpyയുടെ ഷോർട്ട് ഫോം. ഡോട്ട് അഡീഷൻ എന്ന് പറയുക, ആഡ് എന്ന് പറയുക. അതിനകത്ത് നമുക്ക് എയും ബിയും രണ്ട് മെട്രിക്സ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് റിസൾട്ട് പ്രിന്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണാം, നമ്മൾ 4ഉം 2ഉം ആഡ് ചെയ്ത് ഇവിടെ 6, 6ഉം 3ഉം ആഡ് ചെയ്ത് ഇവിടെ 9, 3ഉം 3ഉം ആഡ് ചെയ്ത് 6 കിട്ടി. ഇവിടെ 9ഉം ആഡ് ചെയ്തു 18 എന്ന് കിട്ടി. അപ്പൊ നമ്മളുടെ അഡീഷൻ ഉള്ള കാര്യങ്ങളെല്ലാം ശരിയായി. ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ട് എന്നുള്ളത് ചെയ്യാം. ജസ്റ്റ് സബ്ട്രാക്ട് ആക്കിയാൽ മതി എയും ബിയും തമ്മിൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ നമുക്ക് മൈനസ് ആയിരിക്കും വരും. 4ഉം 2ഉം തമ്മിൽ 4ന് 2 കുറയ്ക്കും, 6ന് 3 കുറയ്ക്കും, 3ന് 3 കുറയ്ക്കും, 9ന് 9 കുറയ്ക്കും. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ 4ന് 2 കുറച്ച് 2 കിട്ടി. 6ന് 3 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 3 എന്ന് കിട്ടി. അതുപോലെ 3ന് 3 കുറച്ച് 0 കിട്ടി. അതുപോലെ 9ന് 9 കുറച്ച് 0 കിട്ടി. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ മതി. ഇനി അത് അന്നേരം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെയായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ. 4ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, 6ഉം 3ഉം കൂടെ 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, 9ഉം 9ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കൊന്ന് റിസൾട്ട് നോക്കാം. 4ഉം 2ഉം കൂടെ ആകുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും, 4 2 8 എന്ന് കിട്ടും, 6 3 18 എന്ന് കിട്ടും, 3 9 എന്ന് കിട്ടും, 9 9 81 എന്ന് കിട്ടും. സോ ആദ്യം 4 4 2 8, 6 3 18, 3 9, 9 9 81. സോ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് വൺ ഡിവിഷൻ ആണ്. ഇവിടെ ഡിവൈഡ് എന്ന് സെലക്ട് ചെയ്യുക.
അതിനുശേഷം നമുക്ക് അപ്പോൾ എന്താ സംഭവിക്കുന്നത്, 4 ൽ 2 ഡിവൈഡ് ചെയ്യും, നമുക്ക് 2 കിട്ടും. അതുപോലെ 6 ൽ 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. 3 ൽ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. 9 ൽ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഇവിടെ 1 കിട്ടും. അപ്പോൾ ആദ്യം 4 ൽ 2 കിട്ടി, 6 ൽ 3 2 കിട്ടി, 3 ൽ 3 ഒരു 3 അതുകൊണ്ട് 1 കിട്ടി, 9 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. അപ്പോൾ 2 2 1 1 എന്നുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മെട്രിക്സ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.